മോർണിംഗ് എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫ് കണ്ടു. നിഫ്റ്റി 244 പോയിന്റാണ് ഫോൾ ആയത്. പക്ഷേ 23,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 23,000 പൊട്ടുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. സെൻസെക്സിലെ 30 കമ്പനികളിൽ 20 കമ്പനീസും 24 കമ്പനീസും നിഫ്റ്റിയുടെ 40-ലേറെ കമ്പനീസും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. FIS 5,000 കോടി രൂപയ്ക്ക് മുകളിലും സെല്ല് നടത്തി കഴിഞ്ഞു ഇന്നലെ. അവരും FISൻ്റെ ഭാഗത്തു നിന്ന് ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ബൈയിങ് മോഡിലേക്ക് ഒരിക്കൽ പോലും തിരികെ വരുന്നില്ല. ഹ്യൂജ് സെല്ലിംഗ് തന്നെയാണ് ഉള്ളത്. ഇതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം, സോഫ്റ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിൽ ഈ ന്യൂജൻ ടെക് കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ IPOയിലൊക്കെ വന്ന ഞാൻ പറയുന്നൊരു 1.5 വർഷം മുമ്പൊക്കെ വന്ന IPOയിൽ വന്ന ന്യൂജൻ കമ്പനീസിലെല്ലാം തന്നെ ഈ സോഫ്റ്റ് ബാങ്ക് പോലെയുള്ള കമ്പനീസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പക്ഷേ ഈ കമ്പനീസ് എല്ലാം തന്നെ ശക്തമായ രീതിയിൽ താഴേക്ക് പോയി. ഇവരുടെ ബിസിനസ് മോഡലുകളെല്ലാം തന്നെ അല്ലെങ്കിൽ കണക്കുകളിലുള്ള ഒരു മിസ്മാച്ച് കാരണം ഈ കമ്പനീസ് എല്ലാം തന്നെ താഴെ പോയി. അപ്പോൾ ഈ സോഫ്റ്റ് ബാങ്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ സെല്ല് ചെയ്ത് മാറുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് ബാങ്ക് മാത്രമല്ല, ഒരുപാട് ഹ്യൂജ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് പുറമേയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് എല്ലാം തന്നെ വിറ്റ് മാറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് ആണ് ഇപ്പോൾ വലിയ ഒരു തലവേദന. ഇനി ഇത് മാറാനായിട്ട് കമ്പനികൾ നല്ലൊരു രീതിയിൽ തിരികെ വരണം. അതല്ലെങ്കിൽ ഈ ടാക്സേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള കാര്യമാണുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ GSECകളിലെല്ലാം ഉള്ള FISൻ്റെ ടാക്സ് അത് മാറ്റുന്ന ഒരു തീരുമാനമൊക്കെ ഗവൺമെൻറ് എടുത്തത്. അപ്പോൾ എനിവേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടും ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി യുദ്ധ കാര്യങ്ങളിലേക്ക് പോകാതിന് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇന്നലെ പോസിറ്റീവായിരുന്നു, ഡോ എന്നാൽ നെഗറ്റീവായിരുന്നു. FTSE UK മാർക്കറ്റ് പ്ലസ് ആയിരുന്നു. CAC 40 ഡാക്സ് ജർമ്മൻ മാർക്കറ്റും നെഗറ്റീവായിരുന്നെങ്കിൽ കൂടിയും റിക്കവറി രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സ് ഇന്നലെ 8% സ്പൈക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. കോസ്പി പോസിറ്റീവാണ്. ഓസ്ട്രേലിയ 1.5% എന്നാൽ ഇടിഞ്ഞു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബ്രന്റ് ഓയിൽ 94, ബിറ്റ്കോയിൻ 62,000, സിൽവർ 67 ഇടിഞ്ഞു 1%, ഗോൾഡ് 4,319. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് എക്സ്റ്റൻഡ് അവേഴ്സിൽ തിരികെ കയറി. വിപ്രോ 3% പോസിറ്റീവിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. പൊതുവേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്നലെ US ടെക് സ്റ്റോക്കുകൾ നാസ്ഡാക്ക് തിരികെ വന്നു. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കൂടിയും തിരിച്ചു കയറി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇല്ല. ഇറാൻ US വാർ അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും വീണ്ടും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു. ഏപ്രിലിൽ വെടിനിർത്തലിന് ശേഷം നടന്ന ആദ്യത്തെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. എന്നാൽ ട്രംപ് ഇടപെട്ടു. ഇരു രാജ്യങ്ങളോടും ആക്രമണം നടത്താൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഇത് സമ്മതിച്ചു എന്നുള്ളതാണ് പുതിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ക്രൂഡ് പ്രൈസ് ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇതിനിടെ ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ഈ റെഡ് സീയുടെ ഇസ്രായേൽ ഷിപ്പുകളെല്ലാം തന്നെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എനിവേ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇപ്പോൾ പോവുകയാണ് ഈ ഒരു യുദ്ധം. എന്നാലോ അത് ആക്റ്റീവാണ്, യുദ്ധം ആക്റ്റീവാണ്, അത് നിർത്തിയിട്ടില്ല. സീസ് ഫയർ എല്ലാം തന്നെ പലതവണ ബ്രോക്കൺ ചെയ്തു. അത് ആക്റ്റീവായ രീതിയിൽ തുടരുന്നുണ്ട്. എന്നാൽ സംഘർഷപരമായ രീതിയിൽ അത് വലിയ തോതിൽ അതിന് കനക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കാര്യം. ഇനി സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ഈ ആഴ്ചയിലുള്ള പ്രധാന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ മനസ്സിൽ വേണം. അതായത് ഈ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന കമ്പനീസിൻ്റെ റെക്കോർഡ് ഡേറ്റ്. ഇൻഫോസിസ് 25 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. നാളെയാണ് റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. അതുപോലെ ഗ്ലോബൽ ഈവൻറ്റിൽ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നോക്കേണ്ടത് US നിന്ന് നാളെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച ദിവസമാണ്.
കൂടാതെ തന്നെ വ്യാഴാഴ്ച ദിവസം യു.എസിൽ നിന്ന് ഈ PPI ഡേറ്റ, അതായത് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ പോലെയുള്ള ഡേറ്റകളുണ്ട്. ആ ഡേറ്റകളെല്ലാം തന്നെ ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്ക് മാർക്കറ്റ് പല കോഴ്സുകളും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. ആർ വി എൻ എൽ കമ്പനി ഇന്നലെ അവർക്ക് ഒരു ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിൽ നിന്ന് അവർക്കൊരു പ്രിക്യൂർമെൻറ്റ് ഓർഡർ കിട്ടി, 221 കോടി രൂപയുടെ ഓർഡർ. എയർടെല്ലും ഐഡിയനും സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, അവർക്കൊരു സ്പെക്ട്രത്തിൻ്റെ എല്ലാം തന്നെ ഒരു ചാർജസ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു വിധി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിധിക്കെതിരെ അപ്പീൽ പോയി. അപ്പോൾ ഈ എയർടെലിനും ഐഡിയക്കും ഫേവറബിളായ രീതിയിൽ ഒരു അപ്പീൽ കിട്ടി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഇവർ ഒരു പോർട്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. HCL Tech IT കമ്പനിയാണ്. ഇവർ ഗൂഗിൾ ക്ലൗഡായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. JSW എനർജി കമ്പനി ഇവർ പുതിയ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഗുജറാത്തിൽ അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഗ്രാസിം ഇൻഡസ്ട്രീസ് കമ്പനി 3000 കോടി രൂപ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. പനസിയ ബയോടെക് കമ്പനി ഇവർ ഡെങ്കുയുടെ ഒരു വാക്സിൻ ലൈസൻസ് നേടിയെന്നുള്ള ന്യൂസ് ഉണ്ട്. ഡെങ്കു ഒരു രണ്ട് വർഷം മുമ്പ് എനിക്ക് വന്നതാണ്. ആ കാര്യം നിസ്സാര ഒരു ഇതല്ല, നമ്മൾ കെയർ ചെയ്യണം. കൂടാതെ തന്നെ ഇപ്പോൾ ഡെങ്കു ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള വാക്സിനെല്ലാം തന്നെ വളരെയധികം ഗുണകരമാണ്. IRB ഇൻഫ്ര ഇവർ 25% ഇവരുടെ ടോൾ റവന്യൂ ഉയർന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ശാന്തി ഗോൾഡ് ഇൻ്റർനാഷണൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയാണ്. അവരുടെ അന്തേരിയിൽ ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഒസ്വാൽ പമ്പ് കമ്പനി 13 ലക്ഷം ഷെയറുകൾ സോളാർ സൊല്യൂഷൻ ലിമിറ്റഡിൻ്റെ ഏകദേശം 4 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ശില്പ മെഡിക്കെയർ കമ്പനി അഡ്വാൻസ് ഫസ്റ്റ് ക്ലാസ് ബ്രെയിൻ ക്യാൻസർ തെറാപ്പി ആയിട്ടൊക്കെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ദേവ് ആക്സലറേറ്ററിംഗ് കമ്പനി ഇവർ പ്രസ്റ്റീജ് ഗ്രൂപ്പായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. JNK ഇന്ത്യ കമ്പനി UAE നിന്ന് ഇവർക്കൊരു ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. സ്പോട്ട് 23,150 കൂടുതൽ ആളുകൾ കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ആയിട്ട് 23,000 നിലകൊള്ളുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ, മറക്കരുത്. നിഫ്റ്റിയുടെ എക്സ്പയറി അതീവ വോളറ്റിയിലാണ് മാർക്കറ്റ് തുടരുന്നത്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച സെൻസെക്സിൻ്റെ എക്സ്പയറി, ഓവർനൈറ്റ് ഹോൾഡ് വിത്തൗട്ട് ഹെഡ്ജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വലിയ പുലിവാലുണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം ഏറെയാണ്. പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.